കുറച്ച് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ഡ്യൂട്ടീസ് ഓഫ് എ സ്റ്റുഡൻറ്, അത് അറിയോ? അതെന്തൊക്കെയാണ്? വെരി ഗുഡ്. സ്കൂള് വൃത്തിയായിട്ട് വെക്കണം. പിന്നെ സ്കൂള് മാത്രമല്ല, നമ്മുടെ പരിസരം വൃത്തിയായിട്ട് വെക്കണം. ഗുഡ്. ക്ലാസ് റൂം വൃത്തിയായിട്ട് വെക്കണം. വെരി ഗുഡ്. പിന്നെ നിയമങ്ങൾ പാലിക്കണം. ഓക്കെ, എല്ലാം വൃത്തിയായിട്ട് വെക്കണം. അത് നമ്മളെ ഉത്തരവാദിത്വമാണ്. വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളായിരിക്കും അവർക്ക്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഫുട്ബോൾ കുറിച്ച് എനിക്കറിയില്ല. അതല്ലാതെ വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ പോകുമ്പോൾ സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കോമ്പറ്റീഷൻ ഉണ്ടാവും. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ഡിഫിക്കൽട്ട് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റൂല എന്നല്ല. അതിന് ആവശ്യമായിട്ടുള്ള ഒരു പരിശ്രമം നമ്മളെ ഭാഗത്തിൽ നിന്നും ഉണ്ടായിരിക്കണം. അതിന് ആവശ്യമായിട്ടുള്ള ഒരു പഠനം നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി കുറേ പെൺകുട്ടികൾക്കും ഡോക്ടറാവാൻ ആഗ്രഹമുണ്ട്. നമ്മളെ മാനന്തവാടി മെഡിക്കൽ കോളേജിൻ്റെ അടക്കടക്ക നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഡോക്ടറൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് നമ്മളെ ജില്ലയിൽ തന്നെ നല്ല രീതിയിൽ സർവീസ് നേടാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മളെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹാരം കാണാം. സോ അതുപോലെ തന്നെ അത് മാത്രമല്ല, നല്ല പോലീസ് ഓഫീസേഴ്സ്, നല്ല എഞ്ചിനീയേഴ്സ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ്, എല്ലാ മേഖലയിലും പെയിന്റിംഗ്, ഡാൻസിങ്, ആർട്സ്, വാട്ട് എവർ യു ആസ്പയർ ടു, അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണം. വെറുതെ ഒരാൾ സോ കുട്ടികളെല്ലാം മനസ്സിൽ വെച്ചിട്ട് നല്ല രീതിയിൽ പഠിക്കുക. അതല്ലാതെ വായന ഒരു നല്ല രീതിയിലുള്ള ഒരു ഹാബിറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഫുട്ബോൾ പോലെയുള്ള മറ്റുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ. അപ്പോൾ സ്കൂൾ പറയുന്നതും ടീച്ചർമാർ പഠിപ്പിക്കാനും നിങ്ങൾക്ക് ഇരുന്നിട്ട് പഠിച്ചിട്ട് പോകാനുള്ള ഒരു വേദി മാത്രമല്ല. ഇതിൽ കുട്ടികളുടെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും. ഇവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു സ്റ്റേജ് ഫിയർ പോവും, ഒരു കോൺഫിഡൻസ് വരും. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒരു ടീം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു ലീഡർഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു നല്ല വേദി നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ നിങ്ങൾക്ക് കൊണ്ടുവരട്ടെ. അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓക്കെ, എല്ലാ കുറച്ചു കാര്യങ്ങളും സംതിങ് ദാറ്റ് വി ഷുഡ് ഓൾവേസ് റിമെമ്പർ ആസ് സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നിങ്ങളുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലേ? സ്റ്റുഡൻസിന്റെ റൈറ്റ്സ്, ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? എന്തൊക്കെയാണ് നിങ്ങളുടെ റൈറ്റ്സ്? ഒരാൾ പറഞ്ഞാലല്ലേ കേൾക്കാം.